എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും നഴ്സറിയിൽ പോയാൽ കുട്ടികളിൽ ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്ന പഠനമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കുട്ടികൾ നഴ്സറിയിൽ പോകാൻ മടി കാണിക്കാറുണ്ടോ? എന്നാൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ നഴ്സറിയിലേക്ക് വിട്ടാലേ മതിയാകൂ. സ്ഥിരമായിട്ട് നഴ്സറിയിൽ പോയി മറ്റു കുട്ടികളുമായിട്ട് അടുത്തിടപഴകുന്ന കുട്ടികളിൽ കുടലിലെ മൈക്രോബയോം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുമെന്നും അതുവഴി രോഗബാധയ്ക്കുള്ള സാധ്യത കുറയുമെന്നും വ്യക്തമാക്കുകയാണ് പുതിയ പഠനങ്ങൾ. ഇറ്റലിയിലെ ട്രെൻഡോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിലാണ് ശിശുക്കളുടെ കുടലിലെ മൈക്രോബയോം വികസനത്തിൽ നഴ്സറിയിലെ സഹപാഠികൾക്ക് വലിയ പങ്കുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ പ്രത്യേകിച്ച് കുടലിൽ വസിക്കുന്ന ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസ് തുടങ്ങിയ ദശലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളുടെ സമൂഹമാണ് മൈക്രോബയോട്ട. ഇവ ദഹനം, പ്രതിരോധശേഷി, പോഷകാഗിരണം, മാനസികാരോഗ്യം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നഴ്സറിയിൽ ചേർന്ന് ആദ്യ മാസങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾ മൈക്രോബയോട്ടയുടെ വ്യാപകമായിട്ടുള്ള കൈമാറ്റം ആരംഭിക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിച്ചിരിക്കുകയാണ്. 43 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഭക്ഷണം, കളിപ്പാട്ടം എന്നിവയുടെ പങ്കിടൽ, അടുത്ത് ഇടപഴകുന്നത്, പൊതു ഇടങ്ങളിലെ ഉപയോഗം എന്നിവയിലൂടെയാണ് ഈ മാറ്റം നടക്കുന്നത്. 4 മാസം കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ പങ്കിട്ട മൈക്രോബുകൾ അവരുടെ മൊത്തം മൈക്രോബയോമിന്റെ 15 മുതൽ 20% വരെയായി. ഇത് കുടുംബാംഗങ്ങളിൽ നിന്നുള്ള മൈക്രോബയോം കൈമാറ്റത്തേക്കാൾ കൂടുതലാണെന്നാണ് ഗവേഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ അമ്മമാരിൽ നിന്നുള്ള ചില ബാക്ടീരിയകൾ ഒരു കുഞ്ഞിൽ നിന്ന് മറ്റൊരു കുഞ്ഞിലേക്കും അവരുടെ മാതാപിതാക്കളിലേക്കും പടരുന്നതായിട്ട് കണ്ടെത്തി. വീടുകളിലും വളർത്തുമൃഗങ്ങളുമായിട്ട് പോലും കുഞ്ഞുങ്ങൾക്ക് ബാക്ടീരിയ കൈമാറുന്നതായിട്ട് പഠനത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഈ കാലയളവിൽ ആന്റിബയോട്ടിക് ഉപയോഗം മൈക്രോബുകളുടെ എണ്ണം കുറച്ചെങ്കിലും പിന്നീട് അവ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകൾ, ഭക്ഷണരീതി, പരിസ്ഥിതി എന്നിവ ആരോഗ്യപരമായിട്ടുള്ള മൈക്രോബയോം നിർമ്മിക്കുന്നതിൽ നിർണായകപരമായിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബാല്യകാലത്തിൽ ലഭിക്കുന്ന ഈ ഒരു മൈക്രോബുകൾ ഭാവിയിലെ ആരോഗ്യത്തെ സ്വാധീനിക്കാമെന്ന സാധ്യതയും ഗവേഷകർ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.